ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതുമായ ഒരു മോര് കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് പച്ചക്കായ ചേർത്ത മോര് കറിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കായയാണ് അതിനു വേണ്ടി ഇതുപോലെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. അതിനോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1 ടീസ്പൂൺ ഉപ്പും 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. സ്റ്റൗ ഹൈ ഫ്ലെയിമിലിട്ട് തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വേവിച്ചെടുക്കണം. വെള്ളം പറ്റിപ്പോകാതെയും അടിയിൽ പിടിക്കാതെയും നോക്കണം. ഈ കായ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായി 1 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം. അത് അരച്ച് മാറ്റി വെച്ചതിന് ശേഷം കറിയിലേക്ക് ചേർക്കാനുള്ള തൈര് കൂടി ഒന്ന് അടിച്ചെടുക്കാം. 1 കപ്പ് തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതും നന്നായി അരച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കായ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. കായയൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളം പാകത്തിന് പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി വേവിച്ചെടുക്കാം. 1 മിനിറ്റ് നന്നായി ഇളക്കി തേങ്ങ വെന്ത് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തൈര് കൂടി ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുന്നതിന് മുമ്പ് തീ ഒരു ലോ ഫ്ലെയിമിലാക്കി വെക്കണം. ഇതൊട്ടും തന്നെ തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. അതുകൊണ്ട് തീ വളരെയധികം ശ്രദ്ധിക്കണം. തൈര് ചേർത്ത ഉടനെ തന്നെ ഇളക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യണം. തൈര് എടുത്ത പാത്രത്തിൽ അല്പം കൂടി വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നിളക്കി ചൂടായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. കായ ചേർത്ത് മോരുകറി വെക്കുമ്പോൾ കറിക്ക് ഒരല്പം കൊഴുപ്പ് കൂടി കിട്ടും. അത് വളരെ ടേസ്റ്റിയാണ്. നമുക്ക് കറിയുടെ ഉപ്പ് നോക്കാം. ഉപ്പ് പാകത്തിനാണ്. കുറവുണ്ടെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തീ ഓഫ് ചെയ്ത് അടുപ്പത്ത് നിന്ന് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് വറുത്ത് ചേർക്കാം. അതിനായി ഒരു പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ മൂത്ത് വരുമ്പോൾ നമുക്ക് ചെറുതായി അരിഞ്ഞ ഒരു 4 ചുമന്നുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഇതിലേക്ക് 3 ഉണക്കമുളക് കൂടി ചേർത്ത് നന്നായി വറുത്തെടുത്തതിന് ശേഷം ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു കളറ് കിട്ടും. കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ മുളക് പൊടി നമ്മൾ നേരിട്ട് ഇതിലേക്ക് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇതുപോലെ ഒരു സ്പൂണിൽ മുളക് പൊടി എടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മീതേക്ക് നമ്മൾ വറുത്ത് വെച്ച കൂട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മോര് കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബിഗിനേഴ്സിന് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.